സ്വാമി. ഇത് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. നബിയെ ഒരു ജലപ്രവാഹത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ള ഒരു വായനാനുഭവമുണ്ട്. അത് ഒരുപക്ഷെ വായനാശീലമുള്ളവർക്കറിയാം. ജർമ്മൻ ക്ലാസിക്കൽ സാഹിത്യത്തിൻ്റെ ആചാര്യനായി അറിയപ്പെടുന്ന ഗ്യോഥെ, യോഹാൻ വോൾഫ്ഗാങ് വോൺ ഗ്യോഥെ, അദ്ദേഹത്തിൻ്റെ മഹോമത് ഗേസാങ്, മഹോമത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന അറബി പദത്തിൻ്റെ ജർമ്മൻ ഉച്ചാരണമാണ്. മഹോമത് ഗേസാങ്, സോങ് ഓഫ് മുഹമ്മദ്. അദ്ദേഹം ആ കവിത എഴുതുന്നത് 1780കളുടെ ഒരവസാനത്തിലാണ്. ആ കാലത്ത് ജർമ്മൻ സാഹിത്യത്തിലും ചിന്തയിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്, ഒരു പ്രവണത എന്ന് പറയാം. സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. സ്റ്റോം ആൻഡ് സ്ട്രെസ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് യഥാർത്ഥത്തിൽ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന എൻലൈറ്റൻമെന്റിന്റെയും റിനൈസാൻസിന്റെയും ചരിത്രമൊക്കെ മിക്കവാറും നിങ്ങളെല്ലാവരും ഹൈസ്കൂൾ തലം മുതൽക്ക് തന്നെ പഠിച്ചിട്ടുണ്ട്. ചരിത്രം കൂടുതൽ പഠിച്ചവർക്ക് എന്തായാലും അതിനെക്കുറിച്ച് വിശദാംശങ്ങളൊക്കെ അറിയാം. ആ എൻലൈറ്റൻമെന്റ് കൂടുതലായും സാമൂഹികതക്കാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന കാരണത്താൽ തന്നെ മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുന്നതിൽ അത് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള ചില എതിർ മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ജർമ്മനിയിലെ ഈ സ്റ്റോം ആൻഡ് സ്ട്രെസ്, കൊടുങ്കാറ്റും പിരിമുറുക്കവും. ഈ കൊടുങ്കാറ്റിന്റെയും പിരിമുറുക്കത്തിന്റെയും ഏതാണ്ട് അവസാനത്തിലാണ് ഗ്യോഥെ മഹോമത് ഗേസാങ് എന്ന ഒരു ലിറിക്കൽ പോയമാണ്. അത് പിന്നീട് കമ്പോസ് ചെയ്ത് ഗാനമായിട്ട് പലരും ഷൂബർട്ടിനെ പോലുള്ള വെസ്റ്റേൺ സംഗീതജ്ഞരൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും കാണാം. പിൽക്കാലത്ത് 1818 ഗ്യോഥെയുടെ മറ്റൊരു പുസ്തകം ഇറങ്ങിയിരുന്നു. അതും ഇസ്ലാമിക സംസ്കാരത്തെ സംബന്ധിച്ച് കൂടുതൽ പരാമർശിക്കുന്ന, അതിന്റെ പേര് വെസ്റ്റ് ഈസ്റ്റേൺ ദീവാൻ എന്നാണ്. ഈ വെസ്റ്റ് ഈസ്റ്റേൺ ദീവാനിന്റെ ഒരു പ്രതികരണം മഹാകവി, ഇന്ത്യൻ കവി മുഹമ്മദ് ഇഖ്ബാൽ പയാമെ മശ്രിഖ് എന്ന പേരിൽ രചിച്ചിട്ടുണ്ട്. മെസ്സേജ് ഫ്രം ദ ഈസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതില് ഈ മഹോമത് ഗേസാങ്ങിന്റെ ഒരു ഫ്രീ റെൻഡറിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര പരിഭാഷ ജൂഹെ ആബ് എന്ന പേരിൽ അദ്ദേഹം എഴുതി ചേർത്തായിട്ട് കാണാൻ സാധിക്കും. ജൂഹെ ആബ് എന്ന് പറഞ്ഞാലും ഒരു ജലപ്രവാഹമാണ്. ഇപ്പൊ ജലപ്രവാഹമായിട്ട് പ്രവാചകനെ സങ്കല്പിക്കുമ്പോൾ ഗ്യോഥെ അത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാറക്കല്ലുകൾക്കിടയിൽ നിന്ന് ചെറിയൊരു നീരരുവിയായിട്ട്, നീരുറവയായിട്ട് അതങ്ങനെ തുടങ്ങുന്നു. ചുറ്റിലും നിന്ന് ധാരാളം അരുവികളും നദികളും ഒക്കെ അതിലേക്ക് വന്ന് ചേരുകയും അതങ്ങനെ വലുതായി 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 പോവുകയും ചെയ്യും. ഇതിന് പല മാനങ്ങളുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിനും പല മാനങ്ങളുണ്ട്. സാധാരണഗതിയിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ ഒരുപക്ഷെ മതപരമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട്. വേറെ ചിലര് സാംസ്കാരികമായി, മറ്റു ചിലര് രാഷ്ട്രീയമായി, ഇനിയും ചിലർ മറ്റ് ചില മേഖലകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതേസമയം പ്രവാചകന്റെ സവിശേഷത ഈ എല്ലാ മേഖലകളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ്. സ്വാഭാവികമായും ഏത് രംഗത്തും മനുഷ്യരുടെ ദാഹമകറ്റുന്ന ഒരു പ്രവാഹമായി, ഒരു നീരൊഴുക്കായി പ്രവാചകനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോഴങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിന് വലിയൊരു പ്രസക്തിയുണ്ട് എന്നതുകൊണ്ടാണ് അത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയത്. ഇങ്ങനെ പല വിശേഷണങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ സ്വഭാവത്തിൽ തന്നെ അതിന്റെ സമാനമായ സ്വഭാവത്തിൽ മുസഫർ വാഴ്സി എന്നൊരു പാകിസ്ഥാനി പോയറ്റ്, അദ്ദേഹം യാ റഹ്മത്തുൽ ആലമീൻ എന്നൊരു കവിത എഴുതിയിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഉറുദു ഭാഷയിൽ പൊതുവെ കവിത മാത്രമായിട്ടൊന്നുമില്ല, കവിതയും പാട്ടും ഒന്നു തന്നെയാണ്. ലിറിക്കൽ പോയം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പൊ അതില് യാ റഹ്മത്തുൽ ആലമീൻ ആ പേര് സവിശേഷമാണ്.
ഖുർആൻ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത് റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന്, സകല ലോകർക്കുമുള്ള കാരുണ്യം. കരുണയാണ് പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. ഒരുപക്ഷെ നമ്മൾ പലയിടത്തും കേൾക്കുന്ന പ്രവാചകനിൽ നിന്ന് ഭിന്നമാണ് എൻ്റെ ഈ പ്രസ്താവന. കാരണം സാധാരണഗതിയിൽ ലോകത്തുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും ഉത്തരവാദി മുഹമ്മദ് നബിയാണ് എന്ന മട്ടിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റു മാധ്യമങ്ങളിലുമൊക്കെ വ്യാപകമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു പരിധിവരെ വലിയൊരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നതും സത്യമാണ്. അത് സത്യമായിരിക്കെ തന്നെയാണ് പ്രവാചകന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ് എന്ന അന്വേഷണം പ്രസക്തമാകുന്നത്. അതാണ് ഇത്തരം പരിപാടികളുടെയും പ്രസക്തി എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു ഗുണം കൂടിയുള്ളത്, ഈ പരിപാടിയിൽ എന്താ പറയുക, നമ്മുടെ സാധാരണ ഭാഷയിൽ നാനാജാതി മതസ്ഥർ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരുപാട് പ്രയോഗിക്കപ്പെട്ടതാണ്. പക്ഷെ ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ക്ലീശേ വിശേഷണങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വ്യത്യസ്ത വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള, വ്യത്യസ്ത വഴികളിലുള്ള ആളുകൾ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അത് മനുഷ്യർ എന്ന നിലക്കുള്ള ഒരു ഒത്തുചേരലാണ്. എല്ലാ കാര്യത്തിലും നമുക്കത് ഉണ്ടാവണം. ഇവിടെ നടക്കുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഓരോ സംസ്കാരത്തിന്റെയും ഓരോ പാരമ്പര്യത്തിന്റെയും ചിഹ്നങ്ങളെ ഓരോരുത്തരും സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് നബി മുസ്ലിങ്ങളുടേത് മാത്രമാണ്, ഖുർആൻ മുസ്ലിങ്ങളുടേത് മാത്രമാണ് എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന പലരും ഈ പരിപാടിക്ക് ഇവിടെ വരില്ല. അതുപോലെ തന്നെ തിരിച്ചും ബൈബിള് ക്രിസ്ത്യാനികളുടേത് മാത്രമാണ് എന്നുള്ള ചിന്ത ക്രിസ്ത്യാനികൾക്കോ മറ്റുള്ളവർക്കോ ഉണ്ടാവാൻ പാടില്ല. വേദോപനിഷത്തുകൾ ഹൈന്ദവർക്ക് മാത്രമുള്ളതാണ് എന്ന ചിന്തയിൽ നിന്നും നമ്മൾ മുക്തി നേടേണ്ടതാണ്. എല്ലാം എല്ലാവരുടേതും ആകുമ്പോഴാണ് നാം എല്ലാവരും മനുഷ്യരായി മാറുക. എല്ലാ വൈവിധ്യങ്ങളും നിലനിൽക്കെ തന്നെ മനുഷ്യരായി മാറുക എന്നത് പ്രത്യേകമാണല്ലോ. മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വംശീയ വികാരങ്ങൾ പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഈ വംശീയത എന്ന് പറയുന്നത്. പുറത്തുള്ളവരെ അപരരായിട്ട് കാണുക, അങ്ങനെ ആ അപരനോടൊരു വെറുപ്പ്, സെനഫോബിയ എന്ന് പറയും. ആ സെനഫോബിയ ഓരോ കാലത്ത് ഓരോ രൂപത്തിൽ. ഒരു കാലത്ത് യൂറോപ്പിൽ ആന്റിസെമിറ്റിസം എന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഇന്ന് ഇസ്ലാമോഫോബിയ നിൽക്കുന്നത്. ഓരോ കാലത്ത് ഓരോ വിഭാഗത്തോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവുക. അത്തരം ശ്രമങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരസ്പരം കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നതും ഇത്തരം സദസ്സുകളിൽ വന്നു ചേരുന്നതും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. മനുഷ്യരെ മനുഷ്യരായി കാണുക എന്നിവിടെ പറഞ്ഞല്ലോ. അതിന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഒരു വിഭാഗത്തെ നമ്മളല്ലാത്ത വിഭാഗങ്ങളെ നശിപ്പിച്ചു കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. കാരണം മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വയം ഇല്ലാതാവുക എന്നുള്ളതാണ്. സ്വയം ഇല്ലാതാവുക. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന് ശ്രീനാരായണ ഗുരു പാടിയിട്ടുണ്ടല്ലോ. അവനെന്നും ഇവനെന്നും വേർതിരിച്ച് കാണുന്നതൊക്കെ ആരംഭത്തിൽ അല്ലെങ്കിൽ തത്വത്തിൽ, അവനിയിൽ ആദിമമായ എന്ന് തന്നെ പറയണമെന്നില്ല, തത്വത്തിൽ ഒരേ ഒരു ആത്മരൂപം. എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ ഒന്നിനെ നശിപ്പിച്ചിട്ട് മറ്റൊന്നിനെ എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും? ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിൽ നിന്ന് ഇങ്ങനെ ശാഖാചംക്രമണം നടത്തും, പറഞ്ഞതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. എവിടെയോ തുടങ്ങി ഏത് വഴികളിലൊക്കെ പോകുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. എന്തായാലും ആ ഒരു കൂട്ടായ്മയെ സംബന്ധിച്ച് ഇവിടെ പറയാണ്, ഒരു വിഭാഗത്തെ തകർത്തുകൊണ്ടോ നശിപ്പിച്ചുകൊണ്ടോ മറ്റൊരു വിഭാഗത്തിനും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കഥയുണ്ട്. ഇത്തരം സദസ്സുകൾ കാണുമ്പോൾ എനിക്ക് ആ കഥ ഓർമ്മ വരും. അദ്ദേഹം മസ്നവിയിൽ പറയുന്ന ധാരാളം കഥകളുടെ കൂട്ടത്തിലൊരു കഥ. അദ്ദേഹം പറയുന്നത്, ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. പലപ്പോഴും പല കഥകളും കുട്ടികളോട് പറയുന്ന കഥകളൊക്കെ ആരംഭിക്കാറുള്ളത് അങ്ങനെയാണ്. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. റൂമി പറയുന്നു, ആ രാജാവ് ഒരു യഹൂദനായിരുന്നു. എന്തിനാണ് രാജാവിന്റെ മതപരമായ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രസക്തിയുണ്ട്. ഈ കഥയ്ക്കൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അർത്ഥത്തിൽ തന്നെ ബോധപൂർവമാണ് യഹൂദനാണ് എന്ന് പറഞ്ഞത്. അതല്ലാതെ മാത്രവുമല്ല പുതിയ കാലത്തുള്ളത് പോലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പ്രശ്നമൊന്നും അന്നില്ല.
റൂമിയുടെ പഴയ കാലമാണല്ലോ. അപ്പൊ ആ രാജാവ് കോങ്കണ്ണനായിരുന്നു എന്നാണ് റൂമി പറയുന്നത്. അപ്പൊ ദൃഷ്ടി വൈകല്യം അത് യഥാർത്ഥത്തിൽ കണ്ണിന്റെ അസുഖത്തെ സൂചിപ്പിക്കുന്ന ഒന്നല്ല. റൂമി പറയുന്ന ഈ കണ്ണിന്റെ വൈകല്യം എന്ന് പറയുന്നത് അന്തർനേത്രത്തിന്റെ ഒരു വൈകല്യമാണ്, കാഴ്ചപ്പാടിന്റെ വൈകല്യമാണ്. ദൃഷ്ടി വൈകല്യമല്ല, മറിച്ച് വീക്ഷണ വൈകല്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ രാജാവിന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ള ക്രൈസ്തവരായ പ്രജകളെ ഉപദ്രവിക്കുക, അവരെ പീഡിപ്പിക്കുക, അവരെ ജയിലിലടക്കുക, കൊല്ലുക മുതലായ സംഗതികളൊക്കെയായിരുന്നു. തൻ്റെ തന്നെ നാട്ടിലെ പ്രജകൾ, രാജാവാകുമ്പോൾ പ്രജകളാണ്, ജനാധിപത്യപരമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ പൗരന്മാർ എന്നൊക്കെ പറയും. കുറെ കൂടി ആധുനികവും പരിഷ്കൃതവുമായ ഒരു വിശേഷണമാണ് ഈ പൗരൻ എന്ന് പറയുന്നത്. അക്കാലത്തൊക്കെ പ്രജകളാണ്. അപ്പൊ ആ പ്രജകളെ ഒരുപോലെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ രാജാവ് അവർക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നു, എന്നിട്ട് ഒരു വിഭാഗത്തെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ അവസ്ഥ ചരിത്രത്തിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ തന്നെ മൂസാ നബിയുടെ കഥ പറയുമ്പോൾ, മോസസിന്റെ കഥ പറയുമ്പോൾ, മോസസിന്റെ ശത്രുവായ എതിരാളിയായ ഒരു ഫറോവ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ രാജാവിന്റെ മേൽ ചുമത്തുന്ന പ്രധാനപ്പെട്ട ചാർജ് ഷീറ്റ് ഖുർആനിൽ പറയുന്നത് വജഅല അഹ്ലഹാ ശിയാൻ യസ്തലൈഫു ത്വായിഫത്തൻ മിൻഹും. അവൻ ആളുകളെ തട്ടുകളാക്കി തിരിച്ചു. ഭൂമിയിൽ പാർക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അവന്റെ രാജ്യത്ത് പാർക്കുന്ന ആളുകളെ തട്ടുകളായി തിരിച്ചു. എന്നിട്ട് ഒരു വിഭാഗത്തെ തരം താഴ്ന്നവരാക്കി, അടിച്ചമർത്തപ്പെട്ടവരാക്കി, അവരെ പീഡിതരാക്കി, അവരെ അസ്പൃശ്യരാക്കി എന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പൊ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേർതിരിവ്, ആ വേർതിരിവ് ഫറോവയെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അത് ഖുർആൻ പറയുന്നതാണ്. അതുപോലെ റൂമിയുടെ ഈ രാജാവ് ഒരു വിഭാഗത്തെ ഉപദ്രവിക്കുന്ന ആളാണ്. അങ്ങനെ രാജാവ് ഒരിക്കൽ കുളിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. റൂമി കഥ പറയാണ്. കുളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ രാജാവിന്റെ കുളിയാണല്ലോ. മലയാളത്തിൽ അതിന് പള്ളി നീരാട്ട് എന്നൊക്കെ പറയും. മലയാള ഭാഷയിലെ ഫ്യൂഡൽ ശേഷിപ്പുകളിൽ പെട്ട കുറെ പദപ്രയോഗങ്ങളുണ്ട്. നമ്മളിപ്പോഴും രാജകുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചാൽ പത്രത്തിൽ തിരുവയറൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. തിരുവയറൊഴിഞ്ഞു, പ്രസവിച്ചു എന്നും പെറ്റു എന്നൊന്നും പറയാൻ പറ്റില്ല. ആരെങ്കിലും മരിച്ചാൽ തീപ്പെട്ടു, തീപ്പെട്ടു. അതിന് പുറത്തുള്ള ഏറ്റവും ഉയർന്ന ആൾക്കൊക്കെ ദിവംഗതനായി എന്നൊക്കെയാണ് പറയാ. സംസ്കൃത വാക്കാണ്. മരിച്ചു എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ അതേസമയം അത് രാജകുടുംബത്തിലാകുമ്പോൾ തീപ്പെട്ടു. ഇതുപോലെ തന്നെ രാജാവിന്റെ അത്താഴത്തിന് നമ്മൾ അമൃതേത്ത് എന്നേ പറയുള്ളൂ, അത്താഴം എന്ന് പറയില്ല. രാജാവിന്റെ കുളിക്ക് നീരാട്ട് നടന്നത്. രാജകുടുംബത്തിൽപ്പെട്ട ഏതൊരാളും നീരാടുകയാണ്. അത് രാജാവാകുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന് പള്ളി നീരാട്ടാണ്. അങ്ങനെ ഒരു പള്ളി നീരാട്ടിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് രാജാവ് തൈലലേപനമൊക്കെ നടത്തി വിശാലമായിട്ട് കുളിക്കണമല്ലോ, നീരാട്ടാണല്ലോ. സേവകനെ വിളിച്ചിട്ട് അന്തഃപുരത്തിന്റെ ജനാലപ്പടിമേൽ ഒരു കുപ്പി തൈല ഇരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. റൂമി പറയുന്നു ആ സേവകനും കോങ്കണ്ണനായിരുന്നു. സേവകൻ ജനാലപ്പടിമേലെ നോക്കിയപ്പോൾ 2 കുപ്പി തൈല ഇരിപ്പുണ്ട്. സേവകൻ തിരിച്ചു ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അവിടെ 2 കുപ്പി ഉണ്ടല്ലോ, അത് ഏതാ എടുക്കേണ്ടതെന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, അവിടെ 2 ഇല്ല, ഒന്നേ ഉള്ളൂ, ഞാനാണ് വെച്ചത്. അപ്പൊ അതുകൊണ്ട് അതിങ്ങോട്ട് എടുത്താൽ മതി. രാജവാഴ്ചക്കാലത്ത് തിരുവാക്കി നിർവായില്ല എന്നൊക്കെ നമ്മൾ പറയും. 2 ഇല്ല എന്ന് രാജാവ് പറഞ്ഞാൽ 2 ഉണ്ടാവാൻ പാടില്ല. പക്ഷെ വേറൊരു കുഴപ്പമുണ്ടല്ലോ, എടുത്തത് മാറിപ്പോയാലും പ്രശ്നമാണ്. രാജാവ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ എന്ന് കരുതി എടുത്തത് മാറിപ്പോയാലും പ്രശ്നമാണ്. ഇയാൾ വളരെ ഭവ്യതയോടുകൂടി അങ്ങനെയല്ല, അവിടെ 2 എണ്ണം ഉണ്ട്, നീ നിന്റെ കോങ്കണ്ണ് മാറ്റി വെച്ച് ശരിക്കും നോക്കുന്നു. കോങ്കണ്ണൻ രാജാവ് സേവകനോട് പറഞ്ഞു. ഇയാള് വന്ന് കണ്ടു തിരുമ്മി ചെരിഞ്ഞ് മറിഞ്ഞ് തലകുത്തി നിന്ന് എങ്ങനെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, അവിടെ 2 കുപ്പിയുണ്ട്. വീണ്ടും തിരിച്ച് ചെന്ന് പേടിയോടുകൂടി പറഞ്ഞു, അവിടെ 2 ഉണ്ട്, ഏതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, കൂടുതലുള്ള 1 എടുത്ത് താഴെയിട്ട് പൊട്ടിക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങ് കൊണ്ടുവരാം. ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞാണ്. പക്ഷെ ഇത് കേട്ടപാടെ ഒരു പരിഹാരം കണ്ട സന്തോഷത്തിൽ സേവകൻ തിരിച്ചോടി 1 കുപ്പി എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചതും മറ്റേ കുപ്പിയും അപ്രത്യക്ഷമായി. സംഗതി എന്തെന്നാൽ കുപ്പി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇയാൾക്ക് ദൃഷ്ടിവൈകല്യം ഉള്ളത് കൊണ്ട് അത് 2ആയി കണ്ടു. അപ്പൊ റൂമി പറയുന്നത് ഇതുപോലെയാണ് മനുഷ്യർ യഥാർത്ഥത്തിൽ ഒന്നാണ്. നിങ്ങളുടെ വീക്ഷണ വൈകല്യ നിമിത്തം 2ആയി കാണുന്നു, എന്നിട്ട് 1 പൊട്ടിക്കാൻ ശ്രമിച്ചാലോ? വീക്ഷണ വൈകല്യ നിമിത്തം 2ആയി കണ്ടിട്ട് 1 ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഫലത്തിൽ എന്താവും? മറ്റതും ഇല്ലാതാവും. ഈ കുപ്പി പൊട്ടിച്ചതുപോലെ തന്നെ കുപ്പി യഥാർത്ഥത്തിൽ 2 ഇല്ല, മനുഷ്യരും 2 ഇല്ല, ഒന്നേ ഉള്ളൂ. അപ്പൊ ആ 1 ഏതെങ്കിലും 1 നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ
തങ്ങൾ ഉൾപ്പെട്ടത് എന്ത് എന്ന് തങ്ങൾ വിചാരിക്കുന്നു അതിനെയും നശിപ്പിക്കുക എന്നല്ലാത്ത മറ്റൊരർത്ഥവും അതിനില്ല എന്നാണ് ഇതിലൂടെ റൂമി പറയുന്നത്. സ്വാഭാവികമായും ഇതിന് മാനവികതയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആഹ്വാനമുണ്ട്. ഈ ആഹ്വാനം തന്നെയാണ് പ്രവാചകനും ഉയർത്തിയത്. ഈ ആഹ്വാനം തന്നെയാണ് ബുദ്ധഭഗവാനും ഉയർത്തിയത്. ഈ ആഹ്വാനം തന്നെയാണ് വലിയ തത്വചിന്തകരും ആചാര്യരും ഒക്കെ ഉയർത്തിയത് എന്ന് കാണാൻ സാധിക്കും. അത് പഠിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു തിരിച്ചറിവിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോഴങ്ങനെ പ്രവാചകനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് പ്രവാചകൻ ഒരു നീരൊഴുക്ക് പോലെയാണ്. ഞാനല്ല, ഗ്യഥെ പറഞ്ഞതാണ്. അതോടൊപ്പം ഇക്ബാൽ അതിനടിവരയിട്ടതാണ്. ഞാൻ മുസഫർ വാർസിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ യാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്കെല്ലാവർക്കും കാരുണ്യമായിക്കൊണ്ട്, കരുണയാണ് പ്രവാചകന്റെ മുഖമുദ്ര. കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു അനുകമ്പാ ദശകത്തിൽ, കരുണാവാൻ നബി മുത്തുരത്നമോ, ഞാൻ അറിഞ്ഞിട്ടുള്ളത് ശരിയാണെങ്കിൽ ആ പ്രയോഗത്തിൽ നിന്നാണ് മുത്ത് നബി എന്നൊരു വാക്ക് മലയാളത്തിൽ വന്നതെന്നാണ്. മലയാളി മുസ്ലിങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി പ്രവാചകനെ സംബോധന ചെയ്യാറുള്ളത്, പരമ്പരയായി സംബോധന ചെയ്യാറുള്ളത് മുത്ത് നബിയാണ്. മുത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴ് ന്യൂജൻ കുട്ടികൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തേ മുത്തേ എന്ന് വിളിക്കാറുണ്ട്. ചിലത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് തേഞ്ഞു പോകും. അത്തരം ചില തേയ്മാനങ്ങളൊക്കെ ആ വാക്കിന് സംഭവിച്ചിട്ടുണ്ടാകാമെങ്കിൽ പോലും മുത്ത് എന്ന് പറയുമ്പോൾ എന്തോ വളരെ സവിശേഷമായ, അമൂല്യമാണ്, വിലമതിക്കാനാവാത്തത്. അങ്ങനെ ഒരു അനുഭവമാണ് പ്രവാചകൻ എന്നതിൽ നിന്നാണ് ഈ മുത്തുനബി എന്ന സംബോധന വരുന്നത്. പക്ഷേ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ആദ്യമായി പ്രവാചകനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഇതാണ് കരുണാവാൻ നബി മുത്തുരത്നമോ. പ്രവാചകന്റെ കാരുണ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, കാരുണ്യം എന്ന് പറയുന്ന ഗുണത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത് ഖുർആൻ സാക്ഷ്യപ്പെടുന്നതാണ്. ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടേ ഇല്ല. ഇതാണ് യാ റഹ്മത്തല്ലിൽ ആലമീൻ എന്ന തലക്കെട്ടിന്റെ ഹേതു. മുസഫർ വാർസിയുടെ ആ പാട്ടില് ഒരു ഭാഗമുണ്ട്, തൂ ഹഖീഖത്ത് ഹൈ മൈ സിർഫ് എഹ്സാസ് ഹൂം, തൂ സമന്ദർ മേ ഭട്കി ഹുയി പ്യാസ് ഹൂം, മേരാ ഘർ ഖാക്ക് പർ ഓർ തെരി രഹ് ഗുസർ സിദ്റത്തുൽ മുൻതഹ. നീ പരമമായ സത്യമാണ്, തൂ ഹഖീഖത്ത്, നീ യാഥാർത്ഥ്യമാണ്, മേ സിർഫ് എഹ്സാസ് ഹൂം, ഞാൻ വെറും ഒരു പെർസെപ്ഷൻ മാത്രമാണ്, ഞാനൊരു അനുഭവം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു തോന്നൽ മാത്രമാണ്. ഒരു തോന്നലിനപ്പുറം വലിയ മൂല്യമൊന്നും എനിക്കില്ല എന്ന് കവി പറയാം. തൊട്ടുടനെ പറയുന്ന തൂ സമന്ദർ, നീ ഒരു മഹാസമുദ്രമാണ്, മേ ബഡ്കി ഹുയി പ്യാസ് ഹൂ, ഞാനാണെങ്കിൽ ദാഹാർത്തനായി അലയുന്ന ഒരു പാന്തൻ, ഒരു പഥികൻ മാത്രമാണ്, ഒരു യാത്രക്കാരൻ മാത്രമാണ് എന്ന് കവി പാടുന്നു. മേരാ ഘർ ഖാക്ക് പർ, എന്റെ ആവാസം ഈ പൊടിമണ്ണിലാണ്, ഓർ തെരി രഹ് ഗുസർ, നീ ഉയർന്നുയർന്നു പോവുകയാണ്, നിന്റെ സഞ്ചാരം അങ്ങ് മുകളിലേക്കാണ്, സിദ്റത്തുൽ മുൻതഹ, ഏറ്റവും ഉപരിയായ ഒരു അവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഖുർആനിലൊരു മെറ്റഫറാണ് സിദ്റത്തുൽ മുൻതഹ. അതൊരു മരമായിട്ട് സങ്കല്പിക്കപ്പെടും. ഒരു മരമായിട്ട്, ജീവന്റെ പ്രതീകമാണ്, അതുപോലെ ജീവത്തായതിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ മരം. ഖുർആൻ മരം എന്ന മെറ്റഫർ അങ്ങനെയാണ് പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാം. ഇപ്പൊ സിദ്റത്തുൽ മുൻതഹ, സ്വർഗീയമായ മരം എന്നൊക്കെ നമ്മൾ അതിനെ വിവർത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്താറുണ്ട്. അതല്ല, ഏറ്റവും ഉന്നതമായ ഉയർന്ന ലോകത്തിന്റെ ഒരടയാളമാണ് യഥാർത്ഥത്തിൽ ഈ സിദ്റത്തുൽ മുൻതഹ. പ്രവാചകനോട് കവി പറയുകയാണ് സിദ്റത്തുൽ മുൻതഹ. ഈ വരികൾ ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവും. ലോകപ്രശസ്തനായ കവ്വാൽ നുസ്രത്ത് ഫത്തേ അലി ഖാൻ ഇത് പാടി ഹിറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് അറിയപ്പെട്ടത് വേറൊരു പേരിലാണ്. അദ്ദേഹം അതിൽ ഒരു പാർസി ഫ്രേസ് കൂടി കൂട്ടിച്ചേർത്തു. ഒരു പാർസി ഭാഷയിലുള്ള ഒരു ഫ്രേസ് തൂക്കുജ മൻകുജ എന്ന്. തൂക്കുജ മൻകുജ എന്ന പേരിലാണ് പിന്നീട് ഇത് പോപ്പുലറായത്. ഇത്രയും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വരും, പലരും അത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും തൂക്കുജ മൻകുജ എന്ന് പറഞ്ഞാൽ നിന്റെ ഇടം എന്റെ ഇടം എന്ന് വേണമെങ്കിൽ അതിന്റെ ലളിതമായി ഓർത്തനം ചെയ്യാം. എന്ന് പറഞ്ഞാൽ നീ എവിടെ ഞാൻ എവിടെ. പക്ഷെ ഈ കേവലമായ അർത്ഥത്തിൽ ഒതുങ്ങുന്നതല്ലത്. നിന്റെ ഇടം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്, ഞാനാണെങ്കിൽ വളരെ താഴ്ന്ന അവസ്ഥയിലാണ്. ഞാൻ അഭിലഷിക്കുന്നത് എല്ലാ അതിരുകളെയും തകർത്തുകൊണ്ട് നിന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ മനസ്സ് തുടിക്കുകയാണ്.
എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അങ്ങനെയാണ് ഫത്തേ അലി ഖാൻ ആ പാട്ട് ആരംഭിച്ചത്. അപ്പൊ അതിൽ പറയുന്നതാണ് തൂ സമന്ദർ, നീ ഒരു മഹാസമുദ്രം, മേ ബഡ്കി ഹുയി പ്യാസ് ഹൂ, ഞാനാണെങ്കിൽ ദാഹിച്ചലയുന്ന ഒരു വഴിപോക്കനും ഒരു യാത്രക്കാരനും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ നീരൊഴുക്ക് എന്ന് പറയുമ്പോഴും ഗഥെ സങ്കല്പിച്ചതും അങ്ങനെ തന്നെയാണ്, മുഹമ്മദ് ഗസാങ്. മാത്രവുമല്ല അതിൽ അദ്ദേഹം സങ്കല്പിക്കുന്നത് വളരെ മനോഹരമായിട്ട് ചുറ്റിലുമുള്ള പ്രകൃതിയെ മുഴുവൻ ചേർത്തുകൊണ്ടാണ് ഗഥെ ഇത് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റോമാൻ സ്ട്രെസ്സിന്റെ അവസാന കാലത്താണ് ഗഥ ഇത് എഴുതുന്നത്. സ്റ്റോമാൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നിരാശതയുടെ ഒരു കാലമാണ്. ആ നിരാശതയിൽ നിന്ന് ഗഥ എന്ന കവിക്ക് വലിയൊരു മോചനം നൽകിയത് പ്രവാചകനെ കുറിച്ചുള്ള അറിവാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് വെസ്റ്റ് ഈസ്റ്റേൺ ദീവാൻ എന്ന പുസ്തകം എഴുതിയത്. വെസ്റ്റ് ഈസ്റ്റേൺ ദീവാൻ എന്ന് പറഞ്ഞാൽ, ദീവാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പാർസി വാക്കാണ്. ആ വാക്കിനെ ജർമ്മനിയിലേക്ക് വിവർത്തനം ചെയ്യാതെ വെസ്റ്റ് ഓസ്ലർ ദീവാൻ എന്നാണ് ജർമ്മനിയിൽ. അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ വെസ്റ്റ് ഈസ്റ്റേൺ ദീവാൻ. ദീവാൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലോ ജർമ്മനിയിലോ ഉള്ള വാക്കല്ല, മറിച്ച് അതൊരു പാർസി വാക്കാണ്. മനോഹരമായ കാവ്യങ്ങളെയൊക്കെയാണ് അങ്ങനെ പറയാം. ഈ സാധനം, ഈ ഗഥയുടെ ഇതേ തലക്കെട്ടിൽ തന്നെ ഒരു ഓർക്കസ്ട്ര തന്നെ പിന്നീട് വന്നു. ഈ പാട്ടുകളൊക്കെ അവർ പാടിയിട്ടുണ്ട്. ഞാൻ പറയല്ലോ, ഷൂബർട്ടൊക്കെ ഇത് പാടിയിട്ടുണ്ട്, വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അമേരിക്കൻ പാലസ്തീനിയൻ ബുദ്ധിജീവിയായ എഡ്വേർഡ് സെയ്ദിന്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഓർക്കസ്ട്രയുടെ പേര് ഈ വെസ്റ്റ് ഈസ്റ്റേൺ ദീവാൻ എന്നാണ്. അല്ലെ, സംഗീത രംഗത്ത് പ്രവാചകന്റെ സാന്നിധ്യം, കവിതയിലും സാഹിത്യത്തിലും പ്രവാചകന്റെ സാന്നിധ്യം, ഇങ്ങനെയൊക്കെ നമുക്ക് പ്രവാചകനെ വായിക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ധിഷണകൾ പ്രവാചകനെ വായിക്കുന്നത് ഒരു പ്രവാഹമായിട്ട്. ആ പ്രവാഹം എന്ന് പറയുന്നത് എല്ലാ അഴുക്കുകളെയും അടിച്ച് അമർത്തിക്കൊണ്ട് നീക്കിക്കൊണ്ട് മനുഷ്യർക്ക് ദാഹജലം അല്ലെങ്കിൽ വിമോചനം, വിശ്വവിമോചകൻ എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലാണ്. അങ്ങനെയാണ് പ്രവാചകന്റെ ജീവിതം തന്നെ സമഗ്രമായി മാറുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് കേവലം ആത്മീയതയിലൂടെയും മതപ്രഭാഷണങ്ങളിലൂടെയും ഉണ്ടാക്കിയെടുത്തതല്ല, വളരെ കൃത്യമായ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലുകളിലൂടെയൊക്കെ നടത്തിയതാണ്, ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ചരിത്രം അതിന് ഒരുപാട് വെർഷനുകളുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അത്രയും വിപുലമായി എഴുതപ്പെടുന്നത് തന്നെയും അതുകൊണ്ടാണ്. ഓരോരുത്തരും ഓരോ ഭാഗത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് എഴുതുക. പ്രവാചകന്റെ ഒരുപാട് ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളൊന്നും വിവരങ്ങൾ, വസ്തുതകൾ ഒന്നായിരിക്കും എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഊന്നൽ വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ടാ? അത്രമാത്രം ഊന്നാനുണ്ട്. ജീവിതം പോലെ സമഗ്രമാണ് പ്രവാചകന്റെ വ്യക്തിത്വം എന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അത് മനുഷ്യരുടെ എല്ലാ സംഗതികളിലും മനുഷ്യരുടെ ദാഹമകറ്റുന്ന ഒരു തെളിനീർ പ്രവാഹം. ബാക്കിയുള്ള എല്ലാ അരുവികളും എല്ലാ പുഴകളും അങ്ങോട്ടേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഗഥ സങ്കല്പിക്കുന്നത്. അങ്ങനെ അതൊരു മഹാനദിയായിട്ട് മാറും. ഒരുപക്ഷെ പ്രവാചകന്റെ ആശയത്തിന്റെ ഒരു വളർച്ചയെക്കുറിച്ച് തന്നെയാണ് ഗഥ അതിലൂടെ സൂചിപ്പിക്കുന്നത് എന്നും കാണാം. അതങ്ങനെ ഒഴുകി പിന്നീട് കടലിലേക്ക് ചേരുമ്പോൾ ആ കടലിന്റെ അടുത്ത് ഇക്ബാലിന്റെ ജുആബ് എന്ന കവിതയിൽ ആ കടല് യഥാർത്ഥത്തിൽ തൗഹീദാണ്, അല്ലെങ്കിൽ ദൈവമാണ്. ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ തിയോളജിയാണ്. അതായിട്ടാണ് പിന്നെ ഇക്ബാൽ അതിനെ സങ്കല്പിക്കുന്നത്. അങ്ങനെ ഒരു കടലിലേക്കുള്ള ഒരു പോക്കാണ്. ആ ഒരു പോക്ക് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു, ചുറ്റും ഉള്ള എല്ലാം അത് പിന്നെ എല്ലാത്തിനെയും ഫലഭൂയിഷ്ടമാക്കുന്നു എന്നുള്ളതാണ്. ഫലഭൂയിഷ്ടമാക്കുന്നു പ്രവാചകന്റെ ഈ അരുവിയുടെ ഒഴുക്ക്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ പ്രവാചകന്റെ ജീവിതത്തിന്റെ സമഗ്രത വളരെ കൃത്യമായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴങ്ങനെ മനുഷ്യർക്ക് സകല കാര്യങ്ങളിലും മാർഗദർശിയാകുവാൻ വേണ്ടി യത്നിച്ചിട്ടുള്ള എല്ലാവരെയും നേർവഴിയിലാക്കുവാനും അതോടൊപ്പം ഈ ലോകത്ത് സമാധാനവും ധർമ്മവും നീതിയും സ്ഥാപിക്കുവാനുമുള്ള പരിശ്രമമായിട്ട് ഒരു മഹാദൗത്യമായിട്ട് പ്രവാചകന്റെ ജീവിതത്തെ വിലയിരുത്താനും വായിക്കാനും നമുക്ക് സാധിക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ ഒന്നിനെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സമീപിക്കുമ്പോഴാണ് പലപ്പോഴും പ്രചാരണങ്ങൾ, നമ്മൾ ചുറ്റിലുമുള്ള ഒന്നിലും നമ്മൾ തറഞ്ഞു പോകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനും അവനവന്റെ ബോധ്യങ്ങളാണ് പ്രധാനം. പക്ഷെ ആ ബോധ്യത്തിന് ആധാരങ്ങൾ ഉണ്ടാവണം. ഓരോ മനുഷ്യനും അവന്റെ ബോധ്യമാണ് പ്രധാനം. ആ ബോധ്യത്തിന് ആധാരമുണ്ടാകണം. നമുക്ക് വ്യത്യസ്ത ചിന്താഗതിക്കാരാകാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ചിന്താഗതിയിൽ നമ്മൾ നിൽക്കുന്നതിന് അതല്ലാത്തൊരു ചിന്താഗതിയെ വിമർശിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. പക്ഷെ അതിനെ നിരന്തരം പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. പ്രത്യേകിച്ചും പ്രവാചകന്റെ ഒക്കെ കാര്യത്തിൽ പ്രവാചകൻ എന്താന്ന് പറയുമ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. അത് ഞാൻ പറയാലോ, വല്ലാത്ത വികാരശീലരാണ് അവർ.
എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് കേട്ടാൽ മതി, അപ്പൊ തന്നെ അവരാകപ്പാടെ കോപ കലുഷിതരായി രംഗത്തിറങ്ങും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ രംഗത്തിറക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം നിന്ദ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു നിത്യപരിപാടി തന്നെയാക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് ആളുകളുമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനൊക്കെ ഓരോ പശ്ചാത്തലങ്ങൾ ഉണ്ടാകാം, അത് വേറെ വിഷയം. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോധ്യങ്ങളാണ് പ്രധാനം. ആ ബോധ്യങ്ങൾക്ക് ആധാരങ്ങൾ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ തുറന്ന മനസ്സോടുകൂടി പ്രവാചകനെ പഠിക്കാൻ തയ്യാറാവുകയും വേണം. ഇവിടെ KIG സംഘടിപ്പിക്കുന്ന ഈ ഒരു ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതാണ്. എല്ലാവർക്കുമുള്ള പ്രവാചകൻ, എല്ലാവരുടെയും പ്രവാചകൻ. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് എന്നുള്ളൊരു ഒരു അവകാശവാദം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നത്തിന്റെ പേരിലും ഖുർആൻ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇപ്പൊ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട കിബില എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലോകത്ത് സകല പള്ളികളുടെയും പള്ളി മക്കയിലുള്ള പള്ളിയാണ്. എല്ലാ പള്ളികളുടെയും പള്ളി മക്കയിലുള്ള പള്ളിയാണ്. അത് അത്ര വലിയ ശില്പ ഗാംഭീര്യമോ ഭംഗിയോ ഒന്നുമില്ലാത്ത വെറും ഒരു സമചതുര സ്തൂപമാണ്. അതും കൂടി മനസ്സിലാക്കണം. നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന സൗകുമാര്യമൊന്നും അതിനില്ല. ഒരു സമചതുര സ്തൂപം അത്രേ ഉള്ളൂ, ഒരു ചെറിയ സാധനം. അതിന് ചുറ്റിലും വലിയ എടുപ്പുകളൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. അപ്പൊ അങ്ങോട്ടേക്കാണ് എല്ലാവരും തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാ പള്ളികളും അങ്ങോട്ടായിരിക്കണം. അപ്പൊ അതാണ് കേന്ദ്ര പള്ളി. ആ പള്ളിയെ സംബന്ധിച്ച്, ആ ആലയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ്, ലോകത്താദ്യമായി മനുഷ്യർക്ക് വേണ്ടി പടുക്കപ്പെട്ട ആലയം. ഇന്നവിടെ എല്ലാ മനുഷ്യരും കയറാറുണ്ടോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്, അത് വേറൊരു കാര്യമാണ് എന്തായാലും. പക്ഷെ അതേസമയം ഖുർആൻ അതിനെക്കുറിച്ച് അവകാശപ്പെടുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ആദ്യത്തെ പുതിയ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട, ദൈവത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. ദൈവത്തിന് വേണ്ടി എന്ത് സ്ഥാപിക്കുമ്പോഴും അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്ന കാഴ്ചപ്പാട് കൂടിയാണ് അവിടെ വരുന്നത്. പടച്ചോന്റെ സാധനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. പള്ളിയെ സംബന്ധിച്ച് തന്നെയുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? പള്ളിയെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, പ്രവാചകന്റെ പള്ളി എന്ന് പറഞ്ഞിട്ട് മദീനയിൽ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള പള്ളിയല്ല, ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ള പള്ളിയല്ല. അവിടെയാണ് ആ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് എന്ന് മാത്രമല്ല, അവിടെ അബിസീനിയക്കാരുടെ പ്രകടനം നടന്നതായിട്ട് വരെ, അവരുടെ പെർഫോമൻസ് നടന്നതായിട്ട് വരെ ഹദീസുകളിലുണ്ട്. ആ പെർഫോമൻസിൽ നൃത്തത്തിൻ്റെതായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇമാം ഗസാലിയെ പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രകടനത്തിൽ, ആ പെർഫോമൻസിൽ നൃത്തത്തിൻ്റെതായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്റെ പത്നിക്ക് പള്ളിയിൽ ഇരുന്നു കൊണ്ട് കാണാനുള്ള സൗകര്യം പ്രവാചകൻ ചെയ്തു കൊടുത്തതിനെ പറ്റി വരെ ഹദീസുകളിൽ പറയുന്നുണ്ട്. അങ്ങനെ ആയിഷ പ്രവാചകന്റെ പത്നി പ്രവാചകന്റെ പിറകിൽ വന്നിട്ട് നബിയുടെ തോളിൽ താടി വെച്ചിട്ട് കവിള് ചേർത്തിട്ട് കണ്ടു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. അപ്പൊ അത്രമേൽ ആ ഒരു സാംസ്കാരിക പെർഫോമൻസ് വരെ പള്ളിയുടെ മുറ്റത്ത് നടന്നു എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ പള്ളി എന്താണ്? അത് കേവല ആരാധനക്ക് വേണ്ടിയുള്ള, ആത്മീയതക്ക് വേണ്ടിയുള്ള ഒരു ഗേഹമൊന്നുമല്ല. അത് ജീവിതത്തിന്റെ ഒരടയാളമാണ്, ഒരു കേന്ദ്രമാണ്. അങ്ങനെയാണ് പ്രവാചകൻ അതിനെ സങ്കല്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചകന്റെ നിസ്കാരത്തിന് പള്ളി വേണം നിർബന്ധമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും നിസ്കരിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും നിസ്കരിക്കാം. പിന്നെ എന്താ പള്ളി ഉണ്ടാക്കുന്നത്? പള്ളി ഇതാണ്, നിസ്കാരം അതാണ്. പള്ളിയിൽ നിസ്കാരം നടക്കും, വളരെ കൃത്യമായിട്ട് നിസ്കാരം നടക്കും. ചുറ്റുവട്ടത്തുള്ള ആളുകൾ നിർബന്ധമായിട്ടും അവിടെയുള്ള സംഘടിത നിസ്കാരത്തിൽ പങ്കുചേരുകയും വേണം. പക്ഷെ അതേസമയം തന്നെ ഈ പറയുന്ന തത്വം പ്രവാചകന്റെ പള്ളി നിസ്കരിക്കാൻ മാത്രമുള്ളതല്ല, പ്രവാചകന്റെ നിസ്കാരത്തിന് പള്ളി ആവശ്യമില്ല. പ്രവാചകന്റെ നിസ്കാരം എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പരമപവിത്രത കൽപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല. അങ്ങനെ തന്നെയാണ് ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നിടന്ന്, നടന്നുകൊണ്ടേയിരിക്കുന്നിടന്ന്, യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നിടന്ന് ഒക്കെ മറ്റാർക്കും ശല്യം ഉണ്ടാകാത്ത സ്വഭാവത്തിൽ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് കാണാം. പക്ഷെ ചിലരൊക്കെ അതൊരു വലിയ സംഭവമാക്കി മാറ്റും, ചിലരത് ഭയങ്കര സംഭവമാക്കി മാറ്റും. അത് അവരുടേതായ ഒരു കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത സ്വഭാവത്തിൽ ആളുകൾ അങ്ങനെ നിസ്കരിക്കുന്ന കാണാം. അവർക്ക് വെളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ, ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിൽ, അവരവിടെ ഇരുന്നിടത്ത് കാര്യം സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അതിന് പള്ളി ആവശ്യമില്ല, നിർബന്ധമില്ല. പള്ളിയാണെങ്കിൽ നിസ്കരിക്കാൻ മാത്രമല്ല എന്ന് പറയുന്നിടത്ത് ആ ജീവിതത്തിന്റെ ഒരു സമഗ്രത ഉണ്ട്. ഇതുപോലെ കഅബയെ സംബന്ധിച്ച് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി എന്നാണ്. മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പ്രഥമമായ ആലയം. ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ്. ചരിത്രപരമായിട്ട് നിങ്ങളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനൊരു വലിയ തത്വമുണ്ട്. അത് മാനവികതയുടെ തത്വമാണ്. അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോഴോ
ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോഴും മനുഷ്യർക്ക് വേണ്ടിയുള്ള ഉത്ബോധനം, ഹുദല്ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്മാർഗം, ഉത്ബോധനം എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രവാചകനെ സംബന്ധിച്ച് പറയുമ്പോഴും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. ഈ അന്നാസ് എന്ന് പറയുന്ന സംഗതിക്ക് ജാതിയോ മതമോ മതിൽക്കെട്ടുകളോ വേർതിരിവോ ഒന്നുമില്ല. ലിന്നാസ് കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ, എല്ലാ മനുഷ്യർക്കും മുന്നറിയിപ്പുകാരനും സുവിശേഷകനുമായിട്ട് മാത്രമാണ് നിന്നെ നാം അയച്ചിട്ടുള്ളത് എന്ന് പടച്ചോൻ പറയും. ഇനി ഇതൊക്കെ പറയുന്ന പടച്ചോനെ സംബന്ധിച്ച് പറയുന്നത് എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് റബ്ബുന്നാസ് മലിക്കുന്നാസ് ഇലാഹുന്നാസ്, മനുഷ്യരുടെ ഈശ്വരനാണ്, മനുഷ്യരുടെ യജമാനനാണ്, മനുഷ്യരുടെ ദൈവമാണ്, മനുഷ്യരുടെ രാജാവാണ്. അവിടെയും മനുഷ്യരെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ അർത്ഥത്തിലുള്ള വിശാലമായ മാനവികത, ആ മാനവികതയിൽ നിന്നുകൊണ്ട് സകല മനുഷ്യർക്കും, ദാഹം അനുഭവിക്കുന്നവർക്കെല്ലാമുള്ള ശമനമായിട്ട് ഒരു മഴ പോലെ അല്ലെങ്കിൽ ഒരു തെളിനീരരുവി പോലെ ഒഴുകിപ്പോകുന്ന ഒരു പ്രവാചകനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സത്യസന്ധമായി ആ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് തന്നെയാണ് പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പ്രബോധനം എന്ന് പറയുന്നത് ഒരു വലിയ വിമോചന പ്രസ്ഥാനമായി മാറിയത്. അതിന്റെ വിമോചന ദൗത്യത്തെയും ലക്ഷ്യത്തെയും സംബന്ധിച്ചും പ്രവാചകൻ തന്നെ നേർക്കുനേരെ പറഞ്ഞതായിട്ടും കാണാൻ സാധിക്കും. നബിയോട് ആദ്യം സംസാരിക്കുമ്പോഴും അള്ളാഹുവിന്റെ വഹിയ് അല്ലെങ്കിൽ വെളിപാടുകൾ നബിക്ക് ആദ്യം ഇറങ്ങുമ്പോഴും ഫസ്റ്റ് വന്നത് ഇഖ്റ, വായിക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക എന്നാണ്. സമൂഹത്തെ മനസ്സിലാക്കണം, ചുറ്റുപാടുകളെ അറിയണം, പ്രകൃതിയെ വായിക്കണം. അതിലെല്ലാം തന്നെ ദൈവത്തിന്റെ അടയാളങ്ങൾ ഓരോ മനുഷ്യരിലും അതുണ്ട്, പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസത്തിലും അതുണ്ട്. അത് വായിക്കണം, അറിയണം. പ്രവാചകൻ അങ്ങനെ തന്റെ ദൗത്യത്തിന്റെ ഭാരത്തിൽ ആകപ്പാടെ വിറപൂണ്ടിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പുതപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അങ്ങനെ പുതച്ചു കിടക്കുമ്പോഴാണ് രണ്ടാമതും വെളിപാടുണ്ടാകുന്നത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയവനെ ഖും ഫഅൻസിർ, നീ എഴുന്നേൽക്കുക, എന്നിട്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക. ഇപ്പൊ പ്രവാചകൻ പുതച്ചു കിടക്കാണ്, ആ പുതപ്പ് മാറ്റിയിട്ട് എഴുന്നേറ്റ് പ്രവർത്തന സജ്ജമാകുക എന്നിട്ടാണ് അതിന്റെ പ്രഥമമായ അർത്ഥം. അതേസമയം അതിനെ ഒരു അലിഗറിയായിട്ട് കണ്ടാൽ അതിൽ വേറെയും ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കങ്ങനെ ചിന്തിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി അതിന് പ്രവാചകന്റെ ജീവിതം അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ സംസ്കാരങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോഴും ഓരോ സംസ്കാരവും ആരംഭത്തിൽ വളരെ ഗംഭീരമാണ്, പിന്നീട് അത് യാഥാസ്ഥിതികമായി മാറിപ്പോകുന്നു. ഇങ്ങനെയാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് സമൂഹങ്ങൾ യാഥാസ്ഥിതികമാകുന്നത്? അതിന്റെ പുരോഗമന സ്വഭാവം നഷ്ടപ്പെടുന്നു. പുരോഗമന സ്വഭാവം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന് കുറെ അധികാരികൾ ഉണ്ടാകുന്നു. ആ അധികാരികളിൽ വലിയൊരു വിഭാഗമാണ് പുരോഹിതന്മാർ. ആ പൗരോഹിത്യം പിടിമുറുക്കുന്നു. അങ്ങനെ വരുമ്പോൾ സാമ്പ്രദായികമായ കുറെ അനുഷ്ഠാനങ്ങളല്ലാതെ പിന്നെ ആ സമൂഹത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ചോദ്യങ്ങളില്ലാത്ത സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങളാണ് ഉത്തരങ്ങളെക്കാൾ 1000 ഇരട്ടി പരിവർത്തന ശേഷിയുള്ള ആയുധങ്ങൾ. ഉത്തരം ആർക്കും പറയാം, പക്ഷെ ചോദ്യം ചോദിക്കാൻ ബോധമുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. വേണമെങ്കിൽ ഇതുപോലെ പ്രസംഗിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും പറ്റും. പക്ഷെ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ബോധമുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു പ്രക്രിയയാണ് എന്നാണ് അദ്ദേഹമൊക്കെ പറഞ്ഞത്. ജസ്റ്റിൻ ഗാർഡർ എന്നൊരു നോവലിസ്റ്റ് ഉണ്ട്, ഇംഗ്ലീഷ് എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ സോഫീസ് വേൾഡ് എന്ന നോവലിൽ ഒരു മെറ്റഫർ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ചോദ്യങ്ങളോട് 2 തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു ആളുകൾ. അങ്ങനെയാണ് ഒരു സമൂഹം പുരോഗതി നഷ്ടപ്പെട്ട് യാഥാസ്ഥിതികമായി പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ചോദ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കും. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന വിഷയത്തിൽ അത് ബോധപൂർവ്വം സ്വീകരിക്കുന്ന നിലപാടാണ്. കാരണം അറിവ് നമുക്ക് നമ്മുടെ മേൽ ബാധ്യതകൾ ചുമത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒരു സംഗതി അറിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് പരിവർത്തിതരാകണമല്ലോ. അറിയാഞ്ഞാലാ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊന്നിനുമില്ല എന്ന് വിചാരിക്കുന്നതാണ് ഒരു തരം മനോഭാവമെങ്കിൽ, മറ്റൊരു തരം മനോഭാവമുള്ളത് ചോദ്യത്തിനൊക്കെ ഉത്തരം നമുക്കറിയാം, എന്ത് ചോദ്യമല്ലോ അതിനൊക്കെ ഉത്തരം നമുക്കറിയാം എന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നതാണ് രണ്ടാമത്തെ നിലപാട്. അദ്ദേഹം അതിന് ഒരു മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്ലേയിങ് കാർഡ്സ് ആണല്ലോ. പ്ലേയിങ് കാർഡ്സ് കണ്ടിട്ടുണ്ടാവും. പ്ലേയിങ് കാർഡ്സിൽ 2 കളർ ഉണ്ടാവാം. ഒന്ന് റെഡ് ആണ്, മറ്റൊന്ന് ബ്ലാക്ക് ആണ്. ഈ 2 കളറിനെയും ഈ 2 മനോഭാവത്തിന്റെ ലക്ഷണമായിട്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്.
പിന്നെ പ്ലേയിങ് കാർഡിന് വേറൊരു സവിശേഷതയും കൂടിയുള്ളത്. പ്ലേയിങ് കാർഡ്സ് സാധാരണ 4 സൈനുകൾ ഉണ്ടാവും. അത് 4 സൈനുകൾ, പിന്നെ സാധാരണ ക്ലാവർ, സ്പേഡ്, പിന്നെ ഓഡിൻ ആൻഡ് ഡയമണ്ട്, ഇങ്ങനെ 4 സൈനുകൾ ഉണ്ടാവും. ക്ലവർ, സ്പേഡ്, ഓഡിൻ, ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് 4 പിന്നെ സൈനുകൾ. ഈ ഓരോ സൈനും ഒരു സമ്പൂർണമായ ഭദ്രമായ വ്യവസ്ഥയാണ്. ഒരു രാജാവ് ഉണ്ടാവും, പിന്നെ ഒരു റാണി ഉണ്ടാവും. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഒരു ഗുലാൻ എന്നാണ് നമ്മളൊക്കെ പറയാം, ജാക്ക്. കേരളത്തിൽ അതിന്റെ പേര് ഗുലാൻ എന്നാണ്. അപ്പൊ അങ്ങനെ രാജാവ്, റാണി, വേണമെങ്കിൽ മന്ത്രി എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്ത മൂല്യങ്ങളുള്ള കുറെ കാർഡുകൾ, 1 മുതൽ 10 വരെയുള്ള കാർഡുകൾ. അപ്പൊ ഇതൊരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ ഒരു യാഥാസ്ഥിതിക സമ്പ്രദായമാണ്. ഇതൊക്കെ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അതിന് വലിയ മൂല്യമുണ്ടാകാം ഗണിതശാസ്ത്രപരമായിട്ട്. അതേസമയം താത്വികമായിട്ട് അത് മുന്നോട്ട് പോയില്ല. കാരണം അതൊരു അധികാര വ്യവസ്ഥയാണ്. ആ അധികാര വ്യവസ്ഥക്കകത്ത് ഈ പറഞ്ഞതുപോലുള്ള യാഥാസ്ഥിതിക നിലപാടാണ് ഉണ്ടാവുക. അവിടെ പുരോഗതി ഉണ്ടാവില്ല. ചോദ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമായിട്ട് അതിനെ ജസ്റ്റിൻ ഗാർഡർ സങ്കല്പിക്കുന്നു. പക്ഷേ വേറൊരു വിദ്വാനുണ്ട്, അത്യാവശ്യം കളിക്കുന്നവർക്കറിയാം, വേറൊരു വിദ്വാനുണ്ട്. അവൻ ചില്ലറക്കാരനല്ല, ജോക്കർ എന്നാണ്. ജോക്കർ എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് കാർഡിൽ 2 എണ്ണേ ഉണ്ടാവുള്ളൂ. പക്ഷെ മൂപ്പരിങ്ങോട്ട് ഇറങ്ങുന്നതോടുകൂടി രാജാവിന്റെ അധികാരം പോയി, റാണിയുടെ സൗന്ദര്യവും പോയി, ജാക്കിന്റെ പ്രഭാവവും നഷ്ടപ്പെട്ട് അവരൊക്കെ നിസ്സഹായരായി മാറും. അപ്പൊ ജോക്കർ എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ ഗാർഡർ പറയുന്നു അയാളാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ. മനസ്സിലായോ? ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവൻ. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മാത്രമേ പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അത് ജോക്കറാണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഫിലോസഫേഴ്സും എല്ലാ പ്രവാചകന്മാരും ഈ ജോക്കറിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നെറ്റി ചുളിയും. വെറുതെ ചുളിയണ്ട. ഇനി ചാർലി ചാപ്പിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവല്ലോ. സിനിമ ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും മഹാനായ ധിഷണാശാലിയാണ് ചാർലി ചാപ്ലിൻ. നിങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പടം കണ്ടിട്ട് ചിരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചിരിയല്ല, ചിരി ചിന്തയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉംബർട്ടോ എക്കോയുടെ ഒരു നോവലുണ്ട്, നെയിം ഓഫ് ദ റോസ്. അങ്ങനെ പറയുമ്പോഴങ്ങ് പരന്നു പോവും, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചാപ്ലിൻ ചിരിയിലൂടെ വലിയ ചിന്തകളാണ് ഉണർത്തിയത്. നിലവിലുള്ള സിസ്റ്റത്തെ നന്നായി പരിഹസിക്കുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഈ സറ്റയറാണ് ഏറ്റവും ശക്തമായ ആയുധം. യേശുക്രിസ്തു അത് ഈ പിന്നെ ഇയാളുടെ ഉംബർട്ടോ എക്കോയുടെ നോവലിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അതിലൊരു ഭയങ്കര സന്യാസിയുണ്ട്, ഹോർഹെ എന്ന പേര്. അയാള് കടുത്ത സന്യാസിയാണ്. അയാൾക്ക് ചിരിക്കുന്ന ആളുകൾ കണ്ടുകൂടാ. ചിരി കർഷകന്റെ വിനോദവും മദ്യപാനിയുടെ ആഘോഷവുമാണ് എന്നുള്ള ഫിലോസഫിയൊക്കെ അയാൾ പറയുന്നുണ്ട്. കർഷകന്റെ വിനോദം എന്ന് പറഞ്ഞാൽ മോശം കാര്യമാണ് എന്ന് പറയുന്നിടത്തുണ്ടല്ലോ ഒരു പ്രശ്നം. എന്തായാലും അങ്ങനെ അയാൾ പറയുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്നത് ചിരിക്കുന്ന മനുഷ്യനെ കാണാൻ കുരങ്ങിനെ പോലെ ഉണ്ടാവും. അപ്പൊ അയാളെ എതിർക്കുന്ന അതിലെ പ്രധാന കഥാപാത്രം പറയുന്നുണ്ട്, പക്ഷെ കുരങ്ങുകൾ ആരും ചിരിക്കാറില്ല, ചിരി മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ്. അപ്പൊ ചിരിക്കൊരു രാഷ്ട്രീയമുണ്ട്. അരിസ്റ്റോട്ടിൽ ചിരിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരുന്നു. ഇത് ഒളിപ്പിച്ചു വെച്ചാലാണ് ഈ ഹോർഹെ, ഒരു വലിയ പിന്നെ മഠത്തിലാണ് സംഭവം നടക്കുന്നത്. അതിൽ ലൈബ്രറിയിൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒളിപ്പിച്ചു വെച്ചാൽ, കാരണം ചിരിക്കാൻ പാടില്ല മനുഷ്യൻ. അതേസമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, പ്രവാചകന്മാര് നന്നായി ചിരിപ്പിച്ചിട്ടുള്ള ആളുകളുമാണ്. ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. നിങ്ങൾക്ക് ചിരി വരാത്തത് കുറെ കാലമായിട്ട് നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളും അതിനു മുമ്പുള്ള തലമുറയും ഒക്കെ അങ്ങനെ ഒരു അനുഷ്ഠാനം പോലെ കേട്ടു വന്നത് കൊണ്ടാണ്. ഇതൊരു ഒന്നാന്തര സറ്റയറാണ്. ഒരു പെണ്ണിനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി തയ്യാറായിട്ട് ആൾക്കൂട്ടം ഇങ്ങോട്ട് വരുമ്പോഴാണ്, ശരി എറിഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളെ പോലെയല്ല, അവർ കുറച്ചുകൂടി സത്യസന്ധരായ സമൂഹമാണ്. കാരണം എറിയാൻ ഒറ്റ ഒരുത്തിനും ധൈര്യപ്പെട്ടില്ല, ഒരാളും എറിയാൻ തയ്യാറായില്ല, എല്ലാവരും പിരിഞ്ഞുപോയി. ആരെറിയാനാണ്? പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. അതുപോലെ നിങ്ങളുടെ അങ്കി പിടിച്ചു പറിച്ചവന് കുപ്പായ കൂടി ഊരി കൊടുക്കുക എന്ന് പറഞ്ഞാലും ഒരു സറ്റയറാണ്. അതൊക്കെ അക്ഷരാർത്ഥത്തിൽ കാണേണ്ട ഒന്നൊന്നുമല്ല. ചാപ്ലിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ക്രിസ്തുവായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. പക്ഷേ പുരോഹിതന്മാരൊക്കെ അതിനെ എതിർത്തു. കാരണം ചാപ്ലിൻ ഒരു പരിവേഷമുണ്ട്, ഒരു തെരുവ് തണ്ടിയുടെ പരിവേഷം. മൂപ്പർ അധിക സിനിമയിലും ഒരു തെരുവ് തണ്ടിയായിട്ടാണ് വരിക. അങ്ങനെ അല്ലാത്ത സിനിമകളും ഉണ്ട്, തീരെ തമാശയില്ലാത്ത സിനിമകളാണ്. ചാപ്ലിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട്, മൊസ്യു വെറുതു എന്നാണ് അതിന്റെ പേര്. ഒരു തമാശയില്ല അതിൽ, വളരെ ഗൗരവം, അങ്ങേയറ്റം സീരിയസ് ആണ്. പക്ഷെ ചാപ്ലിന്റെ ഈ തെരുവ് തണ്ടി എന്ന് പറയുന്ന കഥാപാത്രം, അയാൾ അങ്ങനെയാണല്ലോ. ചാപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓർമ്മ വരുത്തതാണ്. അപ്പൊ അങ്ങനെ ഒരു പരിവേഷമുള്ള ആള് ക്രിസ്തുവായിട്ട് അഭിനയിക്കാൻ പാടില്ല. പക്ഷെ ചാപ്ലിൻ ആ തീരുമാനത്തോട് ഒരു പ്രതികാരം ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഡിസംബർ 25-നാണ് മൂപ്പര് മരിച്ചത്. ഒരു ഡിസംബർ 25-ന്, ചരിത്രത്തിന്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, മൂപ്പരങ്ങ് മരിച്ചു കൊടുത്തു.
പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് ചിരിക്കൊരു വലിയ പ്രത്യേകത ഉണ്ട്, ഒരു വലിയ സവിശേഷതയുണ്ട്. അതുകൊണ്ട് തന്നെ ജോക്കർ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ്. അത് ചോദ്യം ചെയ്യുന്നവനാണ്, തകർക്കുന്നവനാണ്. ഇതുപോലെയാണ് ഓരോ പ്രവാചകന്റെയും അവതരണം. പ്രവാചകൻ വരുന്നതോടുകൂടി ഈ ലോകത്ത് നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയിൽ വലിയൊരു വിള്ളൽ സംഭവിക്കുകയാണ്. അവിടെ ആളുകൾ മോചിതരാവുകയാണ്. വിമോചനത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് മോസസ് ഫറവോയുടെ മുന്നിൽ ചെന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഫറോവ ഏറ്റവും വലിയ കുറ്റവാളിയായിട്ട് ഖുർആനിൽ അടയാളപ്പെടുത്തപ്പെടുന്നു. എന്തുകൊണ്ട്? അയാൾ ആളുകളെ തട്ടുകളാക്കി തിരിക്കുകയും ഒരു വിഭാഗത്തെ അടിച്ചമർത്തുകയും ചെയ്തു. അപ്പൊ വിമോചനം. എന്നാൽ മോസസിന്റെ പേരിൽ കുറെ ആളുകൾ വന്നു, അത് പിന്നീട് ഒരു സമുദായമായി മാറി. പിന്നീടും പ്രവാചകന്മാർ വന്നു ലോകത്തിന്റെ പല ഭാഗത്തും, അവരുടെ ഒക്കെ പേരിൽ സമുദായങ്ങൾ വന്നു, അതൊക്കെയും യാഥാസ്ഥിതികമായി മാറി. ഏറ്റവും അവസാനം മുഹമ്മദ് നബി വന്നു, മുസ്ലിങ്ങളും യാഥാസ്ഥിതിക സമൂഹമായിട്ട് മാറി. അതോടുകൂടി ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന വിമോചനത്തിന്റെ ഉള്ളടക്കം എന്താണ്? അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആചാരബദ്ധരായ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമൂഹം മാത്രമായിട്ട് മാറി. നമ്മുടെ മേൽ ആചാരങ്ങളുടെ ഒരു പുതപ്പിങ്ങനെ മൂടിക്കിടന്നു. ആ പുതപ്പിന്റെ അകത്താണ് നമ്മൾ യാഥാസ്ഥിതികരായിട്ട് മാറുന്നത്. വലിയ ശാസ്ത്രവിജ്ഞാനവും മറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ അതേസമയം പുരോഗമനപരമായ യാതൊരു ചിന്തയും ഉണ്ടാവില്ല. ഇതിനകത്ത് വെളിച്ചം കയറണ്ടേ? പ്രവാചകനോട് പുതപ്പ് തട്ടിമാറ്റി എണീക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്തരം അന്ധകാരങ്ങളെ മുഴുവൻ തള്ളി നീക്കുക എന്ന് തന്നെയാണ്. പ്രവാചകനോട് പടച്ചതമ്പുരാൻ കൽപ്പിക്കുന്നത് അത് തന്നെയാണ്. പുതപ്പ് തട്ടിമാറ്റി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം എല്ലാ അന്ധകാരങ്ങളെയും തട്ടി നീക്കുക എന്ന അർത്ഥത്തിൽ വളരെ പ്രതീകാത്മകമായിട്ടാണ് പടച്ചതമ്പുരാൻ നബിയോട് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിനൊരാഴം കൂടുക. അപ്പോഴങ്ങനെയാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ, അന്ന് അടിച്ചമർത്തപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾ വളരെ ആവേശത്തോടു കൂടി പ്രവാചകനെ സമീപിച്ചതായിട്ടും സ്വീകരിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ബിലാല് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു അടിമയാണ്. അദ്ദേഹം ആ അടിമയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പ്രവാചകനെ കുറിച്ച് കേൾക്കുകയും പ്രവാചകന്റെ ദർശനം അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. താനല്ലെങ്കിൽ തന്റെ തനിക്ക് ശേഷം വരുന്നവർക്കെങ്കിലും ഒരു വിമോചനം ഈ പ്രവാചകൻ വഴി സാധ്യമാകും എന്ന് ഉറപ്പായി. അതുപോലെ സ്ത്രീകൾ ധാരാളമായിട്ട് പ്രവാചകന്റെ വഴിയിലേക്ക് പ്രവേശിച്ചു. സ്ത്രീകൾ എന്തുകൊണ്ടെന്നാൽ അന്നത്തെ ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. അവരുടെ വികാരങ്ങൾക്ക് വലിയ വിലയില്ലായിരുന്നു. അവരുടെ അഭിനിവേശങ്ങൾ ഒരിക്കലും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല, അതൊന്നും പ്രസക്തമായിരുന്നില്ല. ഏതു കാലത്തും ആധിപത്യ വ്യവസ്ഥകൾ സ്ത്രീകളോട് സ്വീകരിച്ച നിലപാട് അത് തന്നെയാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ദാർശനികനും ജ്ഞാനിയുമായിട്ട് അറിയപ്പെടുന്ന അരിസ്റ്റോട്ടില് പൂർത്തിയാകാത്ത പുരുഷനാണ് പെണ്ണ് എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്ത്രീകൾക്ക് പല്ലിന്റെ എണ്ണം കുറവാണ്. മൂപ്പര് വലിയ സയന്റിസ്റ്റ് ആണ് കേട്ടോ. സ്ത്രീകൾക്ക് പല്ലിന്റെ എണ്ണം കുറവാണ്. ഒരാൾക്ക് എത്ര പല്ല്? 32. പക്ഷെ 32 പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല, ഒരു 28-30 ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്ത. ബെർട്രൻഡ് റസ്സൽ ഇതിനെക്കുറിച്ച് തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. ഏതെങ്കിലും ഒരുത്തി ഉറങ്ങിക്കിടക്കുമ്പോഴെങ്കിലും ഒന്ന് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ എണ്ണി നോക്കുക എന്നത് അന്നത്തെ സയൻസിൽ ഇല്ലേ. സയൻസിൽ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ പിൽക്കാലത്ത് വന്ന നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. അങ്ങനെയുണ്ട് ഒരു സയൻസ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കും. ഞാൻ സയൻസ് എടുക്കുന്ന ആളല്ലേ, പക്ഷെ കുട്ടികളോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കും. ഒരു 10 കിലോ ഭാരമുള്ള ഒരു മെറ്റൽ ബോൾ എൻ്റെ കയ്യിലുണ്ട്, ഒരു 1/2 കിലോ ഭാരമുള്ള വേറൊരു ബോൾ ഉണ്ട്. ഇത് രണ്ടും ഒരേ സമയം ഞാൻ മുകളിൽ നിന്ന് താഴിട്ടാൽ ഏതായിരിക്കും ആദ്യം താഴെ എത്തുക എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പൊതുവെ എല്ലാവരും 10 കിലോ ഭാരമുള്ളത് ആദ്യം താഴെ എത്തുമെന്ന് പറയും. പരീക്ഷണത്തിന്റെ അഭാവമുണ്ട്. യാഥാർത്ഥ്യം തിരിച്ചല്ല, രണ്ടും ഒരേ സമയം എത്തുള്ളൂ. കാരണം ഈ ഭാരം അതിന്റെ പ്രവേഗത്തെയോ ഗ്രാവിറ്റിയെയോ ഒന്നും ബാധിക്കുന്നില്ല. അതാണ് എന്റെ തത്വം. ഗലീലി പിസാ ഗോപുരത്തിന്റെ മുകളിൽ നിന്നിട്ട് 2 ബോൾ ഇങ്ങനെ ഇട്ടു, ഒറ്റ ശബ്ദമേ കേട്ടുള്ളൂ. ആ ശബ്ദത്തിൽ നിന്നാണ് മോഡേൺ സയൻസ് ആരംഭിക്കുന്നത്. ആ ശബ്ദമാണ് യഥാർത്ഥത്തിൽ മോഡേൺ സയൻസിന്റെ പടഹധ്വനി എന്ന് പറയുന്നത്. അതായിരുന്നു എന്തും പരീക്ഷിച്ചു നോക്കിയിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ചിന്ത അരിസ്റ്റോട്ടലിന്റെ കാലത്ത് ഇല്ലാത്തത് കൊണ്ട് മൂപ്പർക്കെന്തും പറയാം. മൂപ്പര് പറഞ്ഞു പെണ്ണിന് പല്ലിന്റെ എണ്ണം കുറവാണ്. എല്ലാ അർത്ഥത്തിലും പെണ്ണ് താഴെയാണ്, പൂർണ്ണത പ്രാപിക്കാത്ത ഒന്നാണ്. ആ സ്ഥാനത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ, ഒരേ ഒരു ആത്മരൂപം. ഞാൻ നേരത്തെ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പറഞ്ഞതാണ് ഈ നഫ്സുൻ വാഹിദ എന്നതിന്റെ ഏറ്റവും ശരിയായ അർത്ഥം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വേറെ ഖുർആൻ പരിഭാഷയിൽ എവിടെയും അങ്ങനത്തെ ഒരു അർത്ഥം കണ്ടിട്ടില്ല. ഒരേ ഒരു ആത്മരൂപം,
നഫ്സും വാഹിദ, നഫ്സുൻ വാഹിദയിൽ നിന്ന് നിങ്ങളെയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും. അപ്പൊ ആദ്യം സൃഷ്ടിച്ചത് ആണിനെയാണോ പെണ്ണിനെയാണോ? നേരത്തെ അനീസ് പറഞ്ഞു ആദം നബിനെയാണെന്ന്. പക്ഷെ ഖുർആൻ അവിടെ അത് പറയുന്നില്ല കേട്ടോ. മാത്രമല്ല അതിന് മറ്റൊരു വായനാ സാധ്യത കൂടിയുണ്ട്. വിവാദം ഉണ്ടാക്കുകയല്ല, ധാരാളം ചിന്തകൾക്ക് സാധ്യത തുറന്നു തരുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ പദമാണ് അറബി. മിൻ നഫ്സിൻ വാഹിദ, നഫ്സിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതിനൊരു വുമണിസ്റ്റ് ഇന്റർപ്രിട്ടേഷനുള്ള സാധ്യത ഉണ്ട്. ബയോളജിക്കലി അതാണ് ശരിയും. കാരണം ഏതൊരു ഇൻഡിവിജ്വലിന്റെയും ഡിഫോൾട്ട് ജെൻഡർ ഏതാ നീസേ? പെണ്ണല്ലേ? ഏതൊരു ഇൻഡിവിജ്വലിന്റെയും ഡിഫോൾട്ട് ജെൻഡർ എന്ന് പറയുന്നത് പെണ്ണാണ്. അപ്പൊ മിൻ നഫ്സിൻ വാഹിദ, നഫ്സ് സ്ത്രീലിംഗമാണ്. എന്നിട്ട് ഖലഖ മിൻഹ, അവളുടെ സൗജഹ, അവളുടെ ഇണ. സൗജ് എന്ന് പറയുന്ന പുല്ലിംഗം എന്ന് പറയുമ്പോൾ എന്തായി? ഈ ശരിയായി കൊള്ളണമെന്നില്ല, പക്ഷെ ഒരു വുമണിസ്റ്റ് ഇന്റർപ്രിട്ടേഷനുള്ള സാധ്യത, ഇത്തരം വ്യാഖ്യാന സാധ്യതകളും ധാരാളമായി തുറന്നു തരുന്നുണ്ട് ഖുർആൻ. അങ്ങനെ ഓരോ വ്യാഖ്യാനങ്ങളാണ് ഓരോ കാലത്തുള്ള ഇസ്ലാമിന്റെ വിവിധങ്ങളായ ആവിഷ്കാരങ്ങളുടെ സൗന്ദര്യവും അടിസ്ഥാനവും എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ചിന്തകളെ ചേർത്ത് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ പാത ചെയ്യുന്നത്. അത് ഓരോന്നിനെയും ചോദ്യം ചെയ്തുകൊണ്ട്. അതാണ് ഈ പുതപ്പ് തട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമുണ്ട്. എക്കാലത്തും പ്രവാചകൻ അംഗീകരിക്കുന്നവർ ചെയ്യേണ്ട ഒരു പണി അതാണ്. അങ്ങനെ വരുമ്പോഴാണ് വിമോചനം സാധ്യമാവുക എന്ന് തന്നെയാണ് ഖുർആന്റെ നിലപാട്. പ്രവാചകന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന അതാണ്. അങ്ങനെ പ്രവാചകൻ എല്ലാത്തിനും മാതൃകയായി മാറുന്നു. ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു പഠിതാവ് എന്ന നിലക്കും, ഒരു അധ്യാപകൻ എന്ന നിലക്കും, ഒരു പഠിതാവ് എന്ന നിലക്കും, ഒരു അധ്യാപകൻ എന്ന നിലക്കും, ഒരു കുടുംബനാഥൻ, ഒരു ഇണ എന്ന നിലക്ക്, അതോടൊപ്പം തന്നെ ആളുകളെ മനസ്സിലാക്കുന്നിടത്ത്, ഓരോരുത്തരുടെയും അഭിനിവേശങ്ങളെയും അഭീഷ്ടങ്ങളെയും അംഗീകരിക്കുന്നിടത്ത്. വെറുതെ അന്നത്തെ ചില സംഭവങ്ങൾക്കൊക്കെ ഇന്ന് ചിലപ്പോൾ നമുക്കത് പുതിയതായിട്ട് ഇന്ന് അനുഭവപ്പെടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അതിന് വലിയ ഡയമെൻഷൻ ഉണ്ട്. ഇപ്പോ പ്രവാചകൻ തന്റെ ഇണയോടൊപ്പം വീട്ടുമുറ്റത്ത് വെച്ച് വിനോദത്തിൽ ഏർപ്പെടുന്നു, ഓടിക്കളിക്കുന്നു, അല്ലെങ്കിൽ ഓട്ട മത്സരത്തിൽ ഏർപ്പെടുന്നു. നമ്മൾ വിചാരിക്കും ഇതിലെന്താ ഇപ്പൊ അത്ര വലിയ കാര്യം. പക്ഷെ ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു ഖത്തീബ് വീട്ടുമുറ്റത്ത് വെച്ച് സ്വന്തം ഭാര്യയായിട്ട് പരസ്യമായിട്ടൊന്ന് ഷട്ടിൽ കളിച്ച് നോക്കട്ടെ, അന്നേരം കാണാം ഇതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത്. നബി ചെയ്തതാണ്, വീട്ടുമുറ്റത്ത് വെച്ച് ചെയ്തതാണ്. അവിടെ തുർക്കികൾ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് തന്നെ മസ്ജിദ് സബക്ക്, അതായത് ഓട്ട മത്സരത്തിന്റെ പള്ളി. അങ്ങനെ ഒരു പള്ളിയാണ്. നാലോചിച്ചു, ഓട്ട മത്സരത്തിന്റെ പള്ളി. അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് മസ്ജിദ് സജദയാണ്, എന്ന് പറഞ്ഞാൽ പ്രണാമത്തിന്റെ പള്ളി. അത് നമുക്ക് അംഗീകരിക്കാം. ഓട്ട മത്സരത്തിന്, വിനോദത്തിന് പള്ളിയാണ്. ആ പള്ളി ഇപ്പോഴില്ല കേട്ടോ. ഹറം വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ചിലതൊക്കെ ചെറിയ ചില സംഗതികളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, അതിൽപ്പെട്ടാണ്. എന്നാലും അങ്ങനെ ഒരു സംഭവം, പ്രവാചകൻ തന്റെ ഇണയെ മനസ്സിലാക്കുന്നു, അവരുടെ അഭിനിവേശങ്ങൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് എന്നാണ് മുസ്ലിങ്ങൾ പറയാ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകനാണ് തന്റെ ഇണയോടൊപ്പം ഇതുപോലെ ലോകത്തിലെ സകല കാര്യങ്ങളിലും ഇടപെടുന്ന, ആ രാജ്യത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ട പ്രവാചകനായിട്ടുള്ള മുഹമ്മദാണ് തന്റെ ഇണയുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെയും സമയം കണ്ടെത്തുന്നത്. നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ വലിയ തിരക്കുള്ളവരല്ലേ? തിരക്കുള്ളവരാണ്. തിരക്ക് ആർക്ക് വേണ്ടിയാ? തന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. കുടുംബത്തിന് വേണ്ടത് നിങ്ങളുടെ സാന്നിധ്യമാണെങ്കിലോ, നിങ്ങളുടെ സാമീപ്യമാണെങ്കിൽ, ആ സാമീപ്യം ഉണ്ടാകുമ്പോൾ ഭൗതികമായ ചില കുറവുകളൊക്കെ അവർ സഹിക്കുമെങ്കിലോ, ഇത് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാറില്ല. എന്നാൽ വളരെയധികം തിരക്കുള്ള ഒരു പ്രവാചകൻ, ഒരു വലിയ ജനനേതാവായിട്ടുള്ള പ്രവാചകനായിട്ടുള്ള, സകല കാര്യങ്ങളിലും അധ്യാപനങ്ങൾ നൽകുകയും അതിലൊക്കെ ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ തന്റെ ഇണയോടൊപ്പം വിനോദിക്കുവാൻ സമയം കണ്ടെത്തുന്നു അന്നിലക്ക്. അതുപോലെ പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ യുദ്ധത്തിന്റെ കാര്യത്തിൽ വളരെ മാനുഷികമായ നിർദ്ദേശങ്ങളും അതുപോലെ കൽപ്പനകളും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കും. കൂടുതൽ വിസ്തരിച്ച് പോകുന്നില്ല, നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ ഓരോ രംഗത്തും, സൗഹൃദത്തിന്റെ രംഗത്ത് പ്രവാചകൻ ഏറ്റവും നല്ല സുഹൃത്തായി വർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രവാചകൻ പഠിപ്പിച്ച തത്വശാസ്ത്രത്തിന്റെ തന്നെ പ്രത്യേകത, അത് മിതമായ പാതയാണ്, മധ്യമ പാതയാണ്. ഒരു വൈരാഗ്യ സന്യാസത്തെ, ഒരു അസറ്റിസിസത്തെ പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ല. അതേസമയം ഭൗതികമായിട്ട് അങ്ങോട്ട് ആളുകളങ്ങ് മുങ്ങിപ്പോകുന്നതിനെയും പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ല. മധ്യമാർഗം. ഈ ലോകത്തുള്ള വിഭവങ്ങളെല്ലാം അല്ലാഹ് നിങ്ങൾക്ക് ഹലാലാക്കിയതാണ്, അനുവദിച്ചതാണ്. ആ അനുവദിച്ചതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ്. പക്ഷേ ഒന്ന്, അതിനൊരു പരിധി ഉണ്ടാവണം. രണ്ടാമത്തത്, അതിന്റെ ഹറാം എന്ന് പറയുന്ന ഒരു പരിധിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അതിന്റെ ഒരു രേഖ നിങ്ങൾ മറികടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ലോകം നിങ്ങൾക്ക് അനുവദിച്ചതാണ്. പ്രവാചകൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. വിവാഹം കഴിക്കൂല, ഉറങ്ങൂല എന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള
കുറച്ച് അനുയായികൾ ഉണ്ടായിരുന്നു, അവരെയൊക്കെ വിളിച്ച് പ്രവാചകൻ ശാസിക്കുകയാണ് ചെയ്തത്. അതല്ല ജീവിതത്തിന്റെ വഴി എന്നാണ്. അപ്പൊ അവിടെ മധ്യമ മാർഗം, ബുദ്ധന്റെ മാർഗം അതായിരുന്നു, കൺഫ്യൂഷ്യസിന്റെ മാർഗം അതായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വിമോചനത്തിന്റെ മാർഗം, അധികാരങ്ങളെ കടപുഴക്കിയ മാർഗം. പ്രവാചകന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അന്നത്തെ സാമ്രാജ്യത്വങ്ങളെയും അധികാരങ്ങളെയും കടപുഴക്കിയിട്ടുണ്ട്. മനുഷ്യർക്ക് മനുഷ്യരുടേതായ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം അവിടുന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫെയർവെൽ സർമൺ, അദ്ദേഹത്തിന്റെ ഖുതുബത്തുൽ വിദാ എന്ന് പറയുന്നത് പോലും, അപ്പറയുന്നത് പോലും യഥാർത്ഥത്തിൽ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ എല്ലാവരും സമരാണ്, എല്ലാവരുടെയും അവകാശങ്ങൾ മാനിക്കപ്പെടേണ്ടതാണ്, നിങ്ങൾക്കിടയിൽ നിന്ന് കുടിപ്പക പാടില്ല, നിങ്ങൾക്കിടയിൽ പലിശ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ. എന്തിനധികം അതിനിടയിൽ പറയുന്നുണ്ട് പിന്നെ അൽ വലദുൽ ഫിറാഷ് വലിൽ ആഹിരിൽ ഹജർ. ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അൽ വലദുൽ ഫിറാഷ് വലിൽ ആഹിരിൽ ഹജർ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വിരിപ്പിനുള്ളതാണ്, വ്യഭിചാരിക്കാണ് കല്ലേറ്. വ്യഭിചാരിയെ കല്ലെറിയുക എന്നുള്ള നിയമമല്ല അവിടെ പറയുന്നത്. മറിച്ച് ഈ നമ്മുടെ നാട്ടിലൊക്കെ ജാരസന്തതി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം ഉണ്ടല്ലോ. ആരാണ് ഈ ജാരസന്തതി? ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒരേ പ്രോസസ്സിലൂടെ ജനിക്കുന്നവരാണ്. അവർക്ക് ജന്മം നൽകുന്ന പിതാവ് ആര് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ല അവർ വരുന്നത്. അതെങ്ങനെയാണ് നിയമവിധേയമായി വിവാഹം കഴിച്ചിട്ടാണോ അല്ലയോ എന്നുള്ളതൊന്നും അവരറിയുന്നില്ല. നമ്മളെല്ലാവരും ഒരേ പ്രോസസ്സിലൂടെ ജനിക്കുന്നവരാണ്. പിന്നെ ഈ ജാരസന്തതി എന്ന പദപ്രയോഗത്തിന് ധാർമ്മികമായിട്ട് എന്ത് പ്രസക്തിയാണുള്ളത്? അതാണ് പ്രവാചകൻ പറയുന്നത്, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അവന്റെ അവകാശം കിട്ടണം. അതാണ് അൽ വലദുൽ ഫിറാഷ്, കുഞ്ഞിന് വിരിപ്പ് കിട്ടണം. വലിൽ ആഹിരിൽ ഹജർ, നിങ്ങൾക്ക് ആരെങ്കിലും ആക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ, കല്ലേറിന് ആക്ഷേപം നടത്തുന്നുണ്ടല്ലോ, അത് വ്യഭിചരിച്ച അവന്റെ പിതാവിനോടാവാം, എന്നല്ലാതെ ഈ കുഞ്ഞിനോടത് പാടില്ല എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ പോലുമുള്ള സൂക്ഷ്മത. ഫത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഗുരുതരമായ വർത്തമാനം. ഇങ്ങനെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഉത്ബോധനമാണ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വിടവാങ്ങൽ പ്രഭാഷണം എന്നുകൂടി കാണാൻ സാധിക്കും. ആ അർത്ഥത്തിൽ വളരെ സമഗ്രമായിട്ട് പ്രവാചകനെ പഠിക്കാനും ചർച്ച ചെയ്യാനും വിലയിരുത്താനുമുള്ള ഒരു സന്നദ്ധത, അതിനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് നമ്മുടെ ഈ കൂടിച്ചേരൽ മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വാഹൃദ.